നമസ്കാരം. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് എംപിയായി ഡൽഹിയിലേക്ക് പോയതോടെ സംസ്ഥാനത്ത് ചില അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനം സംസ്ഥാന നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റിലുണ്ടാകുന്ന മാറ്റമാണ്. നിയമസഭയിൽ രണ്ടാമനായി രാധാകൃഷ്ണന് പകരം മുഖ്യമന്ത്രിക്കരികെ ആരാണ്? ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനാണ് ആ സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ ഒഴിഞ്ഞ കസേരയാണ് ബാലഗോപാലിന് ലഭിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജനാണ് മൂന്നാമത്തെ ഇരിപ്പിടം. രാധാകൃഷ്ണന് പകരം മന്ത്രിയായെത്തിയ OR കേളുവിന്റെ ഇരിപ്പിടം രണ്ടാം നിരയിലാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കരികെ രണ്ടാമനായി നിലകൊള്ളുന്നവരാരും ആ സ്ഥാനത്ത് അധികനാൾ ഇരുന്നിട്ടില്ല എന്നതാണ് ഇവിടെ തമാശ. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടാമത്തെ കസേര ഇപിക്കുള്ളതായിരുന്നു. എന്നാൽ 2016 ബന്ധു നിയമന വിവാദത്തെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരം ഇപിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ആദ്യ പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന കക്ഷിയാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരമേറ്റ് 1.25 വർഷം പിന്നിട്ടപ്പോഴാണ് രണ്ടാം പിണറായി സർക്കാർ മുഖമിനുക്കൽ പരിപാടി എന്നോണം CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദന് ചുമതല നൽകുന്നത്. ചുമതലയേറ്റതോടെ പിണറായിയുടെ രണ്ടാമനെന്ന സീറ്റിൽ നിന്നും രാധാകൃഷ്ണന് വഴിമാറിക്കൊടുത്ത MV ഗോവിന്ദൻ മാറുകയായിരുന്നു. CPMന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്താൽ പിന്നെ മന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയൻ 1998 സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. അതുതന്നെയാകും ഗോവിന്ദന്റെ കാര്യത്തിലും ഉണ്ടാകുക. അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനത്തിരുന്ന MV ഗോവിന്ദന് പകരം രണ്ടാമനായി പിന്നീട് വന്നതാണ് കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി. എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ച് MP ആയതോടെ കെ രാധാകൃഷ്ണന്റെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി. അദ്ദേഹം അരങ്ങൊഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോകുന്നു. അങ്ങനെ രാധാകൃഷ്ണന്റെ കസേര ഒഴിഞ്ഞതോടെ അടുത്ത ടേൺ എന്ന് പറയുന്നത് കെ.എൻ. ബാലഗോപാൽ, അതായത് ഇപ്പോഴത്തെ ധനമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇത് ബാലഗോപാലിന് ഏറ്റവും വലിയ പണിയാകുമെന്നതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ കെ.എൻ. ബാലഗോപാൽ പോയിരിക്കുന്നത് വമ്പൻ കുഴിയിലാണെന്ന് ചുരുക്കം. ഏത് നിമിഷവും ആഴ്ന്നു പോകുന്ന ഒന്നൊന്നര കുഴിയായിട്ടാണ് ആ കസേരയെ കാണാൻ സാധിക്കുക. അതായത് ഇതുവരെയുള്ള ഈ ചരിത്ര പരിശോധനയിൽ നിന്നെല്ലാം മനസ്സിലാകാൻ സാധിക്കുന്നത് പിണറായി സഭയിലെ മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനത്ത് അധികനാൾ ഒരാൾക്ക് പോലും നീണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. നിലവിൽ CPMന്റെ ചരിത്ര പരാജയത്തിന് പ്രധാന കാരണക്കാരായി പറയുന്നവരിലെ ലിസ്റ്റിൽ പ്രധാനി എന്ന് പറയുന്നത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും തന്നെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത് തന്നെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രാജിവെച്ച് പുറത്തു പോകും എന്ന വാർത്ത കേൾക്കാൻ അധിക നാളുണ്ടാകില്ല. എന്തായാലും ആ കസേരയിലെ ആ ഇരിപ്പ് അത്ര സുഖകരമല്ല. അവിടെ ഇരുന്നവരാരും സ്ഥിരമായി ഇരുന്നിട്ടില്ല, അധിക നാൾ നീണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.